മുളകേഷ്യം. ഇത് നല്ല ഒന്നാം തരം ഒരു ഒഴിച്ചുകറിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്ന ഒരു ഒഴിച്ചുകറിയാണ്. ഇതിന് ഒറ്റ കൂട്ടാൻ കറി എന്ന് പറയും, അല്ലെങ്കിൽ ഇതിൻ്റെ പേര് മുളകേഷ്യം എന്നാണ് പറയപ്പെടുന്നത്. ഇത് വളരെ ടേസ്റ്റിയാണ്. ഇത് ചോറിന് ഒഴിച്ച് കഴിക്കാനാണ് ഉപയോഗിക്കുന്നത്. മറ്റ് കൂട്ടാനൊന്നുമില്ലെങ്കിലും ഈ ഒരു കൂട്ടാൻ മതിയാവും നമുക്ക് ചോറ് ഉണ്ണാനായിട്ട്. ഇത് ചോറിലൊഴിച്ചാൽ നല്ല ടേസ്റ്റാണ് ചോറുണ്ണാൻ. നമ്മളറിയാതെ തന്നെ ചോറ് വയറ് നിറച്ചുകൊണ്ട് പോകും. അതിന് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ: 2 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്, ഇച്ചിരിയേറെ കൊച്ചുള്ളിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, പിഴിപുളിയുണ്ട്, ഇച്ചിരി പച്ചമുളകുണ്ട്, കറിവേപ്പില, മല്ലിയില. ആഫ്രിക്കൻ മല്ലിയില ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. സാധാ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് സാധാ മല്ലിയില കിട്ടുവാണെങ്കിൽ അതാണ് നല്ലത്. അതില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആഫ്രിക്കൻ മല്ലിയില അല്പം മുറിച്ചിട്ടാൽ മതിയാകും. പിന്നെ വേണ്ടത് മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, ജീരകപ്പൊടി, കടുക്, കായം, മഞ്ഞൾപ്പൊടി. ഇങ്ങനെ നമ്മൾ ഇതിന് രസം വെക്കാൻ വേണ്ട സാധനങ്ങളെല്ലാം തന്നെ വേണം. പിന്നെ ഇത് രസം മാതിരി അങ്ങ് വെള്ളം മാതിരിയല്ല ഇതിരിക്കുന്നത്, ഇത് ഇച്ചിരി കൊഴുത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ചോറിലൊഴിച്ചാൽ നമുക്ക് അത് മാത്രം മതിയാവും ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാമല്ലോ. പാത്രം വെച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ടു. കടുക് പൊട്ടുമ്പോഴേക്കും അതിന് കൂടെ തന്നെ നമുക്ക് ഇച്ചിരി ജീരകം കൂടെ ഇടാം. കടുക് ജീരകം കൂടെ പൊട്ടി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഏകദേശം 1.5 കുടം വെളുത്തുള്ളിയോളം ഉണ്ട്. ആ വെളുത്തുള്ളി ഇടാം. അത് ഏകദേശം വെളുത്തുള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ ആകണം. ഏകദേശമൊക്കെ ഒത്തിരി അങ്ങാണ്ട, എന്നാലോട്ട് വെള്ള കളറെല്ലാം മാറി ഇച്ചിരി ഒന്ന് കളർ ചേഞ്ച് ആകണം. ഏകദേശം ആ വെള്ള കളർ മാറി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ 2 വറ്റൽമുളക് മുറിച്ചിട്ടു. ഇനി നമുക്ക് അടുത്തായിട്ട് ഇടേണ്ടത് പച്ചമുളക് ഇടണം, ഒപ്പം കറിവേപ്പില ഇടണം, പിന്നെ ചെറിയ ഉള്ളി. ഇത് നല്ലതായിട്ട് കിടന്ന് വഴന്ന് വന്നിട്ട് വേണം നമുക്ക് തക്കാളി ചേർക്കാം. കൊച്ചുള്ളി വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഈ അരിഞ്ഞ് വെച്ച് തക്കാളി ചേർക്കണം. തക്കാളി നല്ലതായിട്ട് വഴന്ന് വരണം. തക്കാളിയിലെ വെള്ളമൊക്കെ ഇറങ്ങി എല്ലാം ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇതെല്ലാം കൂടെ നല്ലതായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അത് കിടന്നൊന്ന് വഴന്ന് വരണം. അതിൻ്റെ പച്ചമണമല്ല ഒന്ന് മാറണം. അതിലോട്ട് നമുക്കിടെ പുളി പിഴിഞ്ഞ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, പിഴിപുളി. ആ വെള്ളം ചേർക്കണം. ഇങ്ങനെ നകക്ക വെള്ളം ഒഴിച്ച് അത് അടച്ചു വെച്ച് വേവിക്കണം. നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. കറി നല്ലതായിട്ട് വെന്ത് കുറുകി വരുന്നുണ്ട്. അതിനകത്തോട്ട് ഞാനൊരു ശകലം കായപ്പൊടി കൂടെ ചേർക്കുവാണ്. ഒപ്പം തന്നെ ഞാൻ ആഫ്രിക്കൻ മല്ലിയില വെച്ചിരുന്നല്ലോ, ആ ആഫ്രിക്കൻ മല്ലിയിലയുടെ മുറിച്ചിടുവാണ്. നമ്മുടെ സാധാ മല്ലിയില ഉണ്ടെങ്കിൽ അത് ഏറ്റവും ടേസ്റ്റാണ്. എനിക്കതില്ലാത്തതുകൊണ്ടാണ് ആഫ്രിക്കൻ മല്ലിയില ഞാൻ എടുത്തത്. മുളകേഷ്യം റെഡി ആയിട്ടുണ്ട്.
നല്ല ഒന്നാം തരം കറിയാണ്. ചോറിന് ഒഴിച്ചു കൂട്ടാൻ മറ്റൊരു കൂട്ടാനും വേണ്ട, ഇത് മതിയാവും നമുക്ക് ചോറിന്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഇത് നിങ്ങൾ ഒന്നുണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ ബായ്.